നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താ വെച്ചാല് നമ്മുടെ തടസ്സങ്ങളെല്ലാം മാറി നമുക്ക് പണവരവിനും പിന്നെ ഏതൊരു കാര്യം നടക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവോ എന്നാൽ ആ വിഷയത്തിൽ തടസ്സം വന്നുകൊണ്ടേയിരിക്കുന്നു, അത് തീർച്ചയായും നമുക്ക് മാറിയാലേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. അതിനുവേണ്ടി വരാഹി അമ്മനോടെ അരുളോടുകൂടി അമ്മനക്ക് മുന്നേ ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ തീർച്ചയായും വരാഹി അമ്മനോടെ അരുളാലെ പല വിഷയത്തിലിരിക്കുന്ന തടസ്സം മാറാനും പണവരവിനും പണ ബ്ലോക്കേജ് മാറാനും എല്ലാമേ നമ്മൾ ഇരിക്കുന്ന ഇടം അറിയാതെ അത് കാണാതെ പോകും. എന്ന് വെച്ചാൽ നമ്മുടെ തടസ്സങ്ങളെല്ലാം നമ്മളെ വിട്ടു പോകും. അതിനെല്ലാം ഉടച്ച് മറ നീക്കി എറിയാനുള്ള ശക്തി ഈ വഴിപാടിനുണ്ട്. വരാഹി അമ്മനക്ക് മുന്നേ നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഈ വഴിപാട് മിക മുഖ്യമായ വഴിപാട്, എളിമയാർന്ന വഴിപാട്, ഒത്തിരി ശക്തിയാർന്ന വഴിപാട്. നിങ്ങൾക്ക് കുറിപ്പിട്ട ഒരു കാര്യം നടക്കണമെന്നാല് ഈ വഴിപാട് ചെയ്തോളുക. ആ കാര്യത്തിന് നിങ്ങൾക്കൊരു തീർപ്പ് വരാഹിയമ്മൻ കൊണ്ട തന്നിരിക്കും. ഈ വഴിപാട് ചെയ്യാനായിട്ട് ആവശ്യമായ പൊരുൾ എന്താണെന്ന് നോക്കാം. ഒരേ ഒരു വെറ്റിലയാണ്, കൂടെ 5 കുരുമുളക്. വെറ്റിലയുടെ ശക്തി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വെറ്റില ആരെല്ലാം യൂസ് ചെയ്യുന്നുവോ ആ വിഷയം വന്നിട്ട് വെற்றிയെ തരും, അതായത് വിജയത്തെ കൊണ്ടുവന്ന് തരും. പിന്നെ ഒരു പൂജയിൽ കൂടെ നമ്മൾ വെറ്റിലയും പാക്കും പഴവും എല്ലാം വയ്ക്കാറുണ്ടല്ലോ. അത് കോവിലിൽ പോകുമ്പോൾ അർച്ചന ചെയ്യുമ്പോഴും ഇത് വെറ്റിലയും പാക്കും പഴവും എല്ലാം യൂസ് ചെയ്തിട്ടാണ് അർച്ചനയും ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ ഒരാളെ ഒരു വിശേഷത്തിന് ഇൻവൈറ്റ് ചെയ്യണമെന്നാൽ, ഇപ്പോൾ ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു പുണ്യാജനം, വീട് പുണ്യാജനം മീൻസ് ഹൗസ് വാമിങ്ങോ, അതിനൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ പത്രിക വയ്ക്കുമല്ലോ, ലെറ്റർ, ഇൻവിറ്റേഷൻ കാർഡ്. അത് വയ്ക്കുമ്പോൾ വെറ്റില, പാക്ക്, പൂവ്, പഴം എന്നിവ ഒരു തട്ടത്തിൽ വെച്ച് പത്രിക വെച്ചാണ് കൊടുക്കുന്നത്. ഇത് കേരളത്തില് അധികമായിട്ട് ഈ പഴക്കം ഇല്ല, എന്നാൽ തമിഴ്നാട്ടില്, ആന്ധ്ര എന്നിവിടങ്ങളിൽ കറക്റ്റായിട്ട് ഇതാണ് ഫോളോ ചെയ്ത് വരുന്നത്. ഐതിഹ്യം പറഞ്ഞാല് വെറ്റിലയുടെ മേൽപ്പുറത്തില് 3 മൂർത്തികൾ ഇരിക്കുന്നു എന്നാണ്. ഈ ദൈവാംശങ്ങൾ കൊണ്ട് വെറ്റിലയെ യൂസ് ചെയ്ത് നമ്മൾ എന്ത് വിഷയങ്ങൾ ചെയ്താലും നമുക്കത് വിജയത്തെ തരും. വെറ്റില ദീപം എന്നത് നമ്മൾ ഒരു ആവശ്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നേർച്ചയായിട്ട് കത്തിക്കുന്നത്. അതുപോലെ തന്നെ വെറ്റില മാല കെട്ടി നമ്മൾ വരാഹിയമ്മനക്ക് ചാർത്താറുണ്ട്, പിള്ളയാർക്ക് ചാർത്താറുണ്ട്, ആഞ്ജനേയർക്ക് ചാർത്താറുണ്ട്, അതുപോലെ തന്നെ മുരുക ഭഗവാനും ചാർത്താറുണ്ട്. പിന്നെ വെറ്റില തോരണം കെട്ടി വീട്ടിന് വെളിയിൽ കെട്ടുന്നത് കണ്ടിട്ടില്ലേ? അത് മാത്രമല്ല, മാവില ഇല്ലാത്ത ഇടത്തില് വെറ്റില വെച്ചാണ് നമ്മൾ കലശത്തിന് അലങ്കാരം ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല, വെറ്റില വെച്ചാണ് വീട്ടിനുള്ളിൽ നമ്മൾ പുനിതത തളിക്കാനായിട്ടും യൂസ് ചെയ്യുന്നത്. ഈ വെറ്റില കൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ വരാഹിയമ്മനെ പ്രാർത്ഥിച്ച് നാം ചെയ്യേണ്ട കുറിപ്പിട്ട ഒരു വിഷയം നമുക്ക് നല്ലപടി നടക്കണം. യാതൊരു തടസ്സവും വരരുത്, അതുപോലെ മണി ബ്ലോക്കേജും വരരുത് എന്ന് അമ്മനോട് പ്രാർത്ഥിക്കണം. എന്ത് വിഷയമായിരുന്നാലും ശരി. അതുപോലെ തന്നെ കുരുമുളക് 5 എണ്ണം അതിരുന്നാല് നമ്മൾ എതിരുകളുടെ വീട്ടിൽ, നമ്മളുടെ ശത്രുക്കളുടെ വീട്ടിൽ പോയി കൂടെ നമുക്ക് വിരുന്നിന് പോകാം. കാരണം അവർ ഭക്ഷണത്തിൽ വിഷം എന്തെങ്കിലും കലർന്ന് വെച്ചിരുന്നാലും അത് കഴിച്ച ഉടനെ തന്നെ ഈ മുളക് നമ്മൾ വായിലിട്ടാ മതി, ആ വിഷം എല്ലാം ഈ മുളകിൽ കൂടെ മാറിപ്പോയിരിക്കും. ഇതൊക്കെ ഐതിഹ്യം പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ മുളക് വന്നിട്ട്, നമ്മുടെ കുരുമുളകില്ലയോ, അത് വന്നിട്ട് കൺദൃഷ്ടിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന്. നമ്മൾ പല പതിവിലും കുരുമുളക് കൊണ്ട് വഴിപാട് ചെയ്തിട്ടുണ്ട്. അത്
കാണാത്തവരുണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്തോളുക. ശക്തിയാർന്ന ഒരു പൊരുള്. ഉപ്പ്, മുളക് എന്നിവ കോവിലുകളില് കൊട്ടി കണ്ടിട്ടില്ലയോ നിങ്ങള്? കോവിലിന് വെളിയിൽ ഉപ്പും മുളകും വിൽക്കും. അത് നേർച്ചയായിട്ട് വാങ്ങി കൊണ്ടുവന്ന് കൊട്ടിയിടും. അത് മാത്രമല്ല, കൺദൃഷ്ടി ചുറ്റിക്കളയാനും കുരുമുളക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും ഒന്നുകൂടെ പറഞ്ഞാല്, ഇപ്പൊ വയസ്സ് വന്ന പെൺകുട്ടികള് നൈറ്റ് ടൈമിൽ വെളിയിൽ പോയിട്ട് വന്നാല്, അതായത് അൺ ടൈമിലൊക്കെ അവര് പോയാല് അവരുടെ കയ്യിൽ കുറച്ച് ഒരു 5-6 കുരുമുളക് വച്ചു കൊടുത്തിരിക്കും. കാരണം ഒരു ദുഷ്ടശക്തിയും കുരുമുളക് ഇരുന്നാല് അവരെ അടുക്കത്തേ ഇല്ല. ഒരു സംരക്ഷണ കവചം പോലെ ഈ കുരുമുളക് ഇരിക്കും. ശരിയാ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? സോ അത്രയ്ക്കും പവർഫുൾ ആയ ഈ 2 പൊരുൾകൾ, വെറ്റിലയും കുരുമുളകും, ഇത് വെച്ചാണ് ഇന്ന് നമ്മൾ ഈ വഴിപാട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ വന്നിട്ട് ഇന്ന് നോൺ വെജ് കഴിച്ചാലും ശരി, കഴിച്ചില്ലേലും ശരി, പുലവാലായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, അതായത് ആരെങ്കിലും വീട്ടില് ബന്ധുക്കൾ മരിച്ചതോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായതോ, അതൊന്നും ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല പീരീഡ്സ് ടൈം ആയാലും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ചെയ്തോളുക, ഒരു കുഴപ്പമില്ല. എന്നാൽ ശുദ്ധബദ്ധമായി ഇരുന്നാല് പൂജാമുറിയിൽ പോയി വരാഹിയമ്മനക്ക് മുന്നേ തന്നെ ചെയ്യുക. ശരിയാ? അങ്ങനെ ശുദ്ധബദ്ധം അല്ലാത്തവര്, ഈ പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്നവർ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ വെളിയിൽ ഇരുന്നിട്ട് വരാഹിയമ്മനെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ചെയ്തു കൊടുക്കുക. കാരണം ഇതിൽ നമ്മൾ ദീപം വെക്കുന്നില്ല, മന്ത്രം ഏതുമില്ല. അതിനാൽ ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യാം. പിന്നെ വേറൊന്നുണ്ട്, ഇതിനായിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു ടൈം ഉണ്ട്. അത് നൈറ്റ് 7:45 PM 10:50 PM ഇടയ്ക്ക് നിങ്ങൾ ചെയ്തോളുക. ഈ ടൈമിന് നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. എങ്കിലും വരാഹി അമ്മനിക്ക് എന്നുള്ളത് രാത്രി ദേവതയായതിനാല് നിങ്ങൾ രാത്രി ചെയ്തോളുക. ഇല്ലെങ്കിൽ അന്നേ ദിവസം തീരും മുന്നേ നിങ്ങൾ ചെയ്തോളുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം നോക്കി ചെയ്തോളുക. പക്ഷെ പവർഫുൾ എന്ന് പറയുന്നത് നൈറ്റ് ചെയ്യുന്നതാണ്. ശരിയാ? ഇത് തടസ്സങ്ങളൊക്കെ നീക്കി തരാനുള്ള ഒരു വഴിപാട്. ഏത് തടസ്സവും, മീൻസ് പണം, ഇപ്പൊ നമ്മൾക്ക് വരാനിരിക്കുന്നത് ഒരു ലോണ് കിട്ടിയാലാണ് ആ പണം വരേണ്ടത്. എന്നാൽ ആ ലോണ് കിട്ടുന്നേ ഇല്ല. തടസ്സം 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 തടസ്സം. എന്നാൽ ഈ വഴിപാട് ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ലോണ് കിട്ടും. പിന്നെ ആളോട് നമ്മൾ പണം കേട്ടിരിക്കുന്നു, അവർ അത് തരുന്നില്ല. അതിലെ തടസ്സം മാറാനായിട്ട് നിങ്ങൾ ഇത് ചെയ്യാം. പിന്നെ ഒരു ജോലി കിട്ടാനായിട്ടുള്ള തടസ്സം ഇരിക്കുന്നു, അത് മാറാൻ ചെയ്യാം. കുട്ടികൾ പഠിക്കുന്നില്ല, അതിലും തടസ്സം. വ്യാപാര തടസ്സം. പിന്നെ എക്സാമിന് നമ്മൾ പോയിരിക്കും, പക്ഷെ പഠിച്ചതെല്ലാം മറന്ന് ഒരു പതട്ടത്തിലിരിക്കും, അതും ഒരു തടസ്സമാണ്. അതൊക്കെ മാറിക്കിട്ടാനും, ഇപ്പൊ കല്യാണം നടക്കുന്നില്ല, എല്ലാരും വന്ന് സംസാരിച്ചു, പയ്യൻ വന്ന് കാണുന്നു, പെണ്ണിനെ പോയി കാണുന്നു, പെണ്ണ് പയ്യനെ കാണുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ ഇത് സംസാരം കഴിഞ്ഞിട്ട് കല്യാണത്തിലോട്ട് പോകുന്നില്ല, അതും ഒരു തടസ്സമാണ്. അത് മാത്രമല്ല, സന്താന സൗഭാഗ്യത്തിനുണ്ടാകുന്ന തടസ്സം, കുട്ടികൾ ഉണ്ടാവുന്നില്ല, അതും ഒരു തടസ്സം. പിന്നെ നമ്മുടെ മുന്നേറ്റത്തില്, നമ്മൾ മുന്നോട്ട് പോവാനുള്ളതിലുള്ള തടസ്സം, എല്ലാം കൺദൃഷ്ടിയാൽ നമുക്ക് അഫക്റ്റ് ആവുന്നു. അത് മാത്രമല്ല, കൂടെയുള്ളവരുടെ അസൂയ, ഇതെല്ലാം നമുക്ക് തടസ്സങ്ങൾ കൊണ്ടുവരാനുള്ള ഓരോ അവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ അടിക്കടി പ്രശ്നങ്ങൾ വരുന്നത്, അസുഖത്താല് നമ്മൾ കഷ്ടപ്പെടുന്നത്, നമ്മുടെ ജീവിതം ഒരുമാതിരി അങ്ങ് പോവുകയാണ്. ഇങ്ങനെ നമുക്ക് എന്ത് വിഷയം എടുത്താലും തടസ്സം തടസ്സം തടസ്സം. അത് ഒരു ഗതി പിടിക്കാത്ത അവസ്ഥയിൽ നമ്മൾ മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കുന്നു. ആ തടസ്സമെല്ലാം നീങ്ങണം എന്നതിനായിട്ടാണ് ഈ വഴിപാട് നമ്മൾ ചെയ്യുന്നത്. ശരിയാ? ഫസ്റ്റ് നിങ്ങൾ വരാഹി അമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക. എന്നിട്ട് ഈ വെറ്റില എടുക്കുക. വെറ്റില എടുത്തിട്ട് നിങ്ങൾ അശുദ്ധബദ്ധമായിരിക്കണമെങ്കിൽ പൂജാമുറിയിൽ പോയിക്കോളുക. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ശബ്ദവും ഇല്ലാത്ത, ഒരു നമ്മളെ ആരും ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു ഇടത്തിൽ പോയി ഇരുന്നിട്ട് ഈ വെറ്റിലയും വെച്ചിട്ട് അമ്മനോട് പ്രാർത്ഥിക്കണം. ഓരോ മുളകും അതിൽ വയ്ക്കുമ്പോഴും അതിലിരിക്കുന്ന തടസ്സം, നമുക്കിരിക്കുന്ന എല്ലാ തടസ്സവും കാണാതെ പോകണമേ. ഞങ്ങളുടെ വളർച്ചയെ ഏതും തടസ്സപ്പെടുത്തരുതേ.
നല്ലതായിട്ട് നമുക്ക് മുന്നേറാൻ പറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോളുക. മറ്റുള്ള ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കരുത്, നടുവിൽ എഴുന്നേറ്റ് പോകരുത്, ഫോൺ ഞോണ്ടിക്കൊണ്ടിരിക്കരുത്, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരു ശല്യമില്ലാത്ത ഒരിടത്തിൽ പോയിരുന്ന് ഇതിനു വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോ മുളക് വെറ്റിലയിൽ എടുത്ത് വയ്ക്കുമ്പോഴും നിങ്ങൾ മനസ്സാലെ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്തോളുക. ശരിയാ? ഇത് ചെയ്ത ശേഷം എന്ത് ചെയ്യണം വെച്ചാല് ഇത് നല്ലതായിട്ട് മടക്കി നിങ്ങളുടെ വലത് കയ്യിൽ ഈ വെറ്റിലയെ അടച്ചു വെച്ചിട്ട് വീണ്ടും അമ്മനോട് പ്രാർത്ഥിക്കുക. അമ്മേ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി, എൻ്റെ പണത്തടസ്സം മാറ്റി എനിക്ക് പണവരവുണ്ടാകണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. എന്നതിന് ശേഷം ഇതുകൊണ്ട് അമ്മയുടെ ഫോട്ടോയുടെ സൈഡിൽ വയ്ക്കുക. ഇതിപ്പോ ഫോട്ടോ ഇല്ലാത്തവരാണെങ്കിൽ അമ്മയെ സങ്കല്പിച്ച് ഒരിടത്തിൽ വയ്ക്കുക. പിന്നെ പീരീഡ്സോ കാര്യങ്ങളോ ഉള്ളവരാണെങ്കിൽ പൂജാ റൂമിലോട്ട് നമ്മുടെ പൂജാറയിൽ പോകത്തില്ലല്ലോ, അപ്പോ വെളിയിൽ എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ ഇടത്തിൽ വെച്ചോളുക. എന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഫേസ്റ്റില് ഇത് എടുത്തു കൊണ്ടുപോയി കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞോളുക. അത് ഒരു മരത്തിന്റെ ചുവട്ടിൽ വേണമെങ്കിലോ അല്ലെങ്കിൽ പൂച്ചെടിയുടെ ഇടയിൽ വേണമെങ്കിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അത് ആരും കാൽ കൊണ്ട് ചവിട്ടാൻ പാടില്ല എന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഒത്തിരി ശക്തിയാർന്ന ഒരു വഴിപാട്. കൈമേലെ, അതായത് കൈവെള്ളയിൽ ഫലം ഉറപ്പ്. അങ്ങനെ വരാഹിയമ്മൻ ഫലം കൊണ്ടുതരുന്ന ഒരു വഴിപാട്. പറഞ്ഞതിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക. ഇന്നത്തെ പതിവ് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.